കൃപയാലുള്ള ആശ്ചര്യം എന്നുള്ള ശാബത്ത് സ്കൂൾ പാഠപഠനത്തിലേക്ക് മാന്യ പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ പങ്കുചേരുവാനായിട്ട് നമ്മളോടൊപ്പം പാസ്റ്റർ ഡോണി മാത്യു, പാസ്റ്റർ രാജേഷ് ശശിധരൻ അവർ നമ്മുടെ മധ്യയിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. താങ്ക് യു സർ. യെസ് സർ. കൃപയാലുള്ള ആശ്ചര്യം എന്നുള്ള പാഠപഠനത്തിൻ്റെ മനഃപ്പാഠവാക്യമായിട്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 31-ാമത്തെ വാക്യം ഇവിടെ ഇപ്രകാരം പറയുന്നു: വിശ്വാസത്താൽ റാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു എന്നാണ് ഇവിടെ നാം കാണുന്നത്. ഇവിടെ ഒന്നാമത്തെ ആ ഭാഗത്ത് നമ്മൾ എന്തുകൊണ്ട് യോശുവ ചാരന്മാരെ കാനാൻ ദേശത്തിലേക്ക് പറഞ്ഞയച്ചു എന്നതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? നമ്മൾ ഇസ്രായേൽ മക്കളുടെ പ്രയാണം നമ്മൾ പഠിക്കുമ്പോൾ അവർക്ക് വാഗ്ദത്ത ദേശം ദൈവം കനാൻ ദേശം വാഗ്ദത്തം ചെയ്തതാണ്. ഇത് മോശയുടെ നേതൃത്വത്തിൽ തന്നെ ഇവർ പ്രാപിക്കേണ്ടതായിരുന്നു. അന്ന് അവരെന്ത് ചെയ്തു? 12 പേരെ ഒറ്റുകാരായിട്ട് അയച്ചിരുന്നു ഒന്നാമത്തെ പ്രാവശ്യം. ആ പോയ ഒറ്റുകാർ കൃത്യമായ വിവരണങ്ങൾ നൽകി വിശ്വാസത്തോടെ നിന്നിരുന്നെങ്കിൽ അവർക്ക് അന്നേ അത് നേടിയെടുക്കാമായിരുന്നു. പക്ഷേ അവരുടെ വിവരണം അല്ലെങ്കിൽ അവിടുത്തെ അവർ കണ്ടതിന് ശേഷം വന്ന് നൽകിയ വിവരണത്തിൽ അവർ ഭയപ്പെട്ടു പോയത് കൊണ്ട് അവർ ഭയന്നു എന്ന് പറയുമ്പോൾ 2 പേർ ഭയന്നില്ല. 12 പേരിൽ 10 പേർ ഭയന്നുപോയി. 10 പേര് കണ്ടതും 12 പേര് കണ്ടതും ഒന്നാണെങ്കിലും 2 പേരുടെ മറുപടിയും 10 പേരുടെ ബാക്കിയുള്ള മറുപടിയും വ്യത്യസ്തമായിരുന്നു. അപ്പോൾ 2 പേര് പറഞ്ഞു, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് അവരെ തോൽപ്പിച്ച് കീഴടക്കാൻ കഴിയും, നമുക്ക് പുറപ്പെടാം. പക്ഷേ ഈ ബാക്കി 10 പേരെന്ത് ചെയ്തു? ഈ പറഞ്ഞവരെ അമർ ചെയ്യാനും അവരെ കല്ലെറിഞ്ഞ് കൊല്ലാനും ഒക്കെയാണ് ശ്രമിച്ചത്. അപ്പോൾ രണ്ടാമത് വീണ്ടും എന്തു ചെയ്യാണ്? യോശുവയുടെ നേതൃത്വത്തിൽ ഈ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കാൻ പോകുമ്പോൾ ആ ദേശത്തെക്കുറിച്ചുള്ളൊരു അറിവ്, നമ്മൾ ഏതൊരു ദേശത്തിനെക്കുറിച്ച് യുദ്ധം ചെയ്യാൻ പോയാലും ആ ദേശം അവിടെയുള്ള സൈനിക ശക്തി എത്രയാണ്, ആ ദേശത്തിൻ്റെ വിശാലത എത്രയാണ്, ഇതൊക്കെ അറിയണം. ഇതറിയാൻ വേണ്ടി യോശുവ എന്ത് ചെയ്തു? 2 പേരെ ഒറ്റുകാരായിട്ട് അയക്കുകയാണ്. അപ്പോൾ ആ ദേശത്തെക്കുറിച്ചുള്ള എല്ലാ വിവരണവും കിട്ടിയതിന് ശേഷം അതിലൊക്കെ എങ്ങനെ പ്രവേശിക്കാം എന്നതൊരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയാണ് യോശുവ, അതായത് ഈ ജനത്തിന്, യോശുവയ്ക്ക് അതിനെക്കുറിച്ച് സംശയമൊന്നുമില്ല. കാരണം യോശുവയ്ക്ക് ഉറപ്പും ധൈര്യമുണ്ട്, ദൈവം പറഞ്ഞിരിക്കുന്ന ഉറപ്പും ധൈര്യവും യോശുവയ്ക്കുണ്ട്. പക്ഷേ ജനത്തിന് എന്തില്ല? ആ ഉറപ്പും ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ജനം മനസ്സിലാക്കണം അവിടെ എങ്ങനെ പ്രവേശിക്കാൻ കഴിയും എന്നുള്ളത്. അത് അവരെ ബോധ്യപ്പെടുത്താൻ തക്കവണ്ണം യോശുവ എന്ത് ചെയ്യാണ്? 2 പേരെ അവിടെ അയക്കുകയാണ്, അവരുടെ റിപ്പോർട്ടിനനുസരിച്ച് പിന്നെ പ്രവർത്തിക്കാൻ വേണ്ടി. ഇവിടെ നമ്മൾ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും ഒരു 2-ാം ഊഴം അല്ലെ 2-ാം തവണ നമുക്ക് ലഭിക്കാറില്ല. എന്നാൽ 2-ാം തവണയുള്ള ഒരു അവസരത്തെക്കുറിച്ച് പത്രോസിൻ്റെ ജീവിതത്തിൽ നിന്നും ഇസ്രായേൽ ജനങ്ങളുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും? അതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും അങ്ങനെ വീണ്ടും ഒരു അവസരം കിട്ടി എന്ന് വരുന്നില്ല. ജീവിതത്തിൽ അങ്ങനെയാണ്, നമുക്കൊരു അവസരം ലഭിക്കുന്നു, പിന്നീട് അതേ അവസരം വീണ്ടും ലഭിച്ചു എന്ന് വരികയില്ല. പക്ഷെ ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവം വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുക്കുന്നു. ആ ഒരു സ്വഭാവം തന്നെ നമുക്ക് എത്ര വലിയൊരു ആശ്രയമാണ്. നമ്മുടെ തെറ്റുകൾ ഉടനെ തന്നെ എന്ത് ചെയ്യാതെ അതിനെ ശിക്ഷിക്കുവാൻ വിടാതെ ദൈവം വീണ്ടും വീണ്ടും നമ്മുടെ തെറ്റുകളെ തിരുത്തി നമുക്ക് വീണ്ടും അവസരങ്ങളെ നൽകുമ്പോൾ നമ്മൾ നേരത്തെ വരുത്തിയ തെറ്റുകൾ ആവർത്തിക്കാതെ ആ തെറ്റുകളെ തിരുത്തി മുന്നേറുവാൻ നമുക്ക് അവസരം നൽകുന്നു. ഇസ്രായേൽ മക്കൾക്ക് ദൈവം അത് കൊടുത്തു, പത്രോസിന് ദൈവം അത് കൊടുത്തു. ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു അറിവ് സത്യമായും വാസ്തവമായും ഈ ലോകത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള എത്ര വലിയൊരു ഊർജ്ജമാണ് നൽകുന്നത്. ഈ കഥകൾ അതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ദൈവം അവർക്ക് അവസരങ്ങളെ കൊടുത്തുവെങ്കിൽ ഉറപ്പായും നമുക്കും അവസരങ്ങളെ തരുന്നു. ആ അവസരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? തക്കത്തിൽ ഉപയോഗിക്കണം. ആ അവസരങ്ങളെ നമ്മൾ ഉപയോഗിക്കാതെ പോകുമ്പോഴാണ് നാം പരാജയത്തിലൂടെ വീണ്ടും വീണ്ടും വീണു പോകുന്നത്. ഇവർ പത്രോസിനെ സംബന്ധിച്ചായാലും ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചായാലും അവർക്ക് ദൈവം വീണ്ടും അവസരം കൊടുത്തപ്പോൾ പഴയ പരാജയത്തിൽ നിന്നും അവർ പാഠങ്ങളെ ഉൾക്കൊണ്ട് വീണ്ടും പരാജയപ്പെടുവാൻ ഇടയാകാതെ മുന്നേറുവാൻ ദൈവം അവരെ പ്രാപ്തരാക്കി. അത് നമുക്ക് വലിയൊരു ആത്മീയ പ്രചോദനമാണ്. പത്രോസിൻ്റെ കാര്യം എടുക്കുമ്പോൾ പത്രോസ് ഒരു സമയത്ത് പരാജയപ്പെട്ടു, യേശുവിനെ തള്ളിപ്പറഞ്ഞു. ആ തള്ളിപ്പറഞ്ഞ യേശുവിനെ തള്ളിപ്പറഞ്ഞതുകൊണ്ട് ആ പത്രോസിനെ യേശുവിന് വേണമെങ്കിൽ അവിടെ വെച്ച് വേണേ കുറ്റം വിധിക്കാമായിരുന്നു. പക്ഷേ കർത്താവ് ഉയർത്തതിന് ശേഷം പത്രോസിനെ വീണ്ടും വിളിച്ചിട്ട് പത്രോസിനോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എൻ്റെ ആടുകളെ മേയിക്കാൻ അവസരം കൊടുക്കുകയാണ്. അവിടെ പത്രോസ് ആ കോൺവെർസേഷനിൽ, ആ ഒരു സംസാരത്തിൽ പത്രോസ് സ്വയം സമർപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്കും ഇങ്ങനെ അവസരങ്ങൾ 2 അല്ല, അതിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? സമർപ്പിക്കപ്പെട്ടാൽ നമുക്ക് ആ അവസരം നമുക്ക് പ്രയോജനപ്പെടും. നമ്മുടെ തെറ്റുകളിൽ നമ്മൾ പാഠം ഉൾക്കൊള്ളണം. അതെ, ഇവിടെ നമുക്ക് യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം 2 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ
അവിടെ റാഹാബിനെ കുറിച്ച് ചില വിവരണം നമുക്ക് ലഭിക്കുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ ഈ കനാൻ ദേശത്തെക്കുറിച്ച് തന്നെ പഠിക്കുമ്പോൾ അവിടെ ദുഷ്ടത അല്ലെങ്കിൽ വേശ്യാവൃത്തി ഇതൊക്കെ ഒരുപാട് നടക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ രാഹാബ് എങ്ങനെ ആ പ്രവൃത്തിയിൽ വന്നുപെട്ടു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു അറിവുമില്ല. പക്ഷേ അവളെ അങ്ങനെ ഒരു പ്രവൃത്തിയിൽ അകപ്പെട്ടിരിക്കുന്ന സ്ത്രീയായിട്ടാണ് അവിടെ ചിത്രീകരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു, ഈ രണ്ട് ചാരന്മാർ അവിടെ ചെന്ന് ദേശത്തെക്കുറിച്ചുള്ള അറിവ് ഇവർക്ക് കൊടുക്കാൻ പോകുന്നു എന്നുള്ള വിവരം അവർ മനസ്സിലാക്കിയപ്പോൾ അവരെ അവിടെ നിന്ന് പിടിക്കുവാനാണ് അവരുടെ ആളുകൾ വരുന്നത്. അപ്പോൾ ഇവരെ ഈ വേശ്യാസ്ത്രീയുടെ അടുത്ത് ഇവർ വരികയും ഇവരെ വേശ്യാസ്ത്രീ ഉൾക്കൊള്ളുകയുമാണ്. വേശ്യാസ്ത്രീ ഉൾക്കൊണ്ടിട്ട് അവരുടെ അടുത്ത് ഈ ദൂതന്മാരെ അന്വേഷിക്കാൻ വന്നപ്പോൾ എന്ത് പറയുകയാണ്, ഇവിടെ വന്നോന്ന് ചോദിച്ചപ്പോൾ വന്നിരുന്നു, അവർ വേറെ വഴിയായി കടന്നുപോയി എന്ന് മറുപടി കൊടുത്തു. പക്ഷേ അവരപ്പോൾ പോയിട്ടില്ല. അവരെ അവിടെ അവരുടെ വീട്ടിൽ സാമാനങ്ങൾ ഇടയ്ക്കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ ആ പട്ടണത്തിനുള്ളിൽ, ആ ഇവരുടെ വീട്ടിൽ തന്നെയുണ്ട്, യെരിഹോ പട്ടണത്തിനുള്ളിൽ ഉണ്ട്, ഇവരുടെ വീട്ടിൽ തന്നെയുണ്ട്, ഇവരുടെ വീട്ടിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് രാഹാബ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ മുഖാന്തരം ഈ ദേശത്തുള്ളവരെല്ലാം ഉരുകിയിരിക്കുകയാണ്. നിങ്ങൾ ഈ പട്ടണം പിടിച്ചടക്കും. നിങ്ങൾ ഈ പട്ടണത്തിൽ പിടിച്ചടക്കി എല്ലാവരെയും നിങ്ങൾ നശിപ്പിക്കുമ്പോൾ എന്നെ നശിപ്പിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ അവൾക്ക് ദൈവം നടത്തുന്ന ആ ഒരു വലിയ നടത്തിപ്പിനെ കുറിച്ച് വലിയ പ്രത്യാശ കിട്ടിയിരിക്കുകയാണ്. ആ ഒരു വിശ്വാസം അവൾ വന്നതുകൊണ്ടാണ് ഈ രണ്ട് പേരെ അവർ ഒളിപ്പിക്കുകയും മറിച്ച് അവരോട് എന്ത് ചെയ്യുന്നത്, ചില ഒത്തുതീർപ്പ് ധാരണകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അതെ, ഇവിടെ അതായത് ശരിക്കും രാഹാബ് ഈ രണ്ടുപേരെയും അവളുടെ ഭവനത്തിൽ ഉൾക്കൊള്ളുന്നത് ഭയത്തോടെയല്ല, വിശ്വാസത്തോടെയാണ്. അതായത് ദൈവത്തെക്കുറിച്ച്, അതായത് ഇസ്രായേലിൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ചില ബോധ്യം രാഹാബിന് ഉള്ളതുകൊണ്ട് ആ ദൈവത്തെക്കുറിച്ചുള്ള ഭയപ്പാടോടുകൂടി അല്ല അവരെ സ്വീകരിക്കുന്നത്, മറിച്ച് വിശ്വാസത്താൽ എന്നാണ് പൗലോസ് അവളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് വലിയൊരു കാര്യമാണ്. ഒരു നല്ല ആശയങ്ങളാണ് നമ്മളിവിടെ പങ്കുവച്ചത്. നമുക്ക് ഈ ചർച്ച നമ്മൾ തുടരാവുന്നതാണ്. നമുക്ക് ഈ ചർച്ച മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാം. മാന്യ പ്രേക്ഷകരെ, ആരും എങ്ങും പോകരുത്, ഈ ചർച്ച നമ്മൾ തുടരുന്നതാണ്. കൃപയാലുള്ള ആശ്ചര്യം എന്നുള്ള ശാബത്ത് സ്കൂൾ പാഠപഠനത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇവിടെ നമ്മൾ റാഹാബിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. റാഹാബിന് അത് വിശ്വാസത്തോടു കൂടിയാണ് സ്വീകരിച്ചതെന്നാണ് പാസ്റ്റർ പറഞ്ഞു വന്നത്, അല്ലേ? അതിനെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതായത് ആ വിശ്വാസം എന്നത് ഒരു പൂർണ്ണ വിധേയത്വത്തിൽ ഉൾപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ എന്തിനെങ്കിലും കുറിച്ച് എന്തെങ്കിലും വിശ്വസിച്ചാൽ പോരാ. ഒരു കാര്യത്തിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ അതിനോട് പൂർണ്ണമായും നമ്മൾ വിധേയപ്പെടണം. അല്ലാത്ത വിശ്വാസമൊക്കെയും വ്യർത്ഥമാണ്. അപ്പോൾ ഇവളെ സംബന്ധിച്ച്, ഈ സ്ത്രീയെ സംബന്ധിച്ച് അവൾ എന്താണോ വിശ്വസിച്ചത് അതിനോട് അവൾ പൂർണ്ണമായിട്ടും വിധേയപ്പെടുന്നു. അവൾ പ്രകടമാക്കുന്ന അവളുടെ വിശ്വാസം അവളുടെ വാക്കുകളിൽ അത്ഭുതകരമായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അവളുടെ വാക്കുകളിൽ അവൾ പ്രകടിപ്പിക്കുന്നത് ഇസ്രായേലിൻ്റെ ദൈവത്തിന്മേലുള്ള അവളുടെ അത്ഭുതകരമായൊരു വിശ്വാസമാണ്. വേറെ പറഞ്ഞാൽ അവൾ എന്ത് വിശ്വസിക്കുന്നു, അത് എന്തുകൊണ്ട് വിശ്വസിക്കുന്നു, അതെ, അതിനൊരു തെളിവ് അവൾക്ക് വേണം. അവൾക്ക് ആ തെളിവുണ്ട്. അതെ, ആ തെളിവുള്ളത് കൊണ്ടാണ് അവൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യുന്നത്. കാരണം ആ രാജ്യത്തിൽ മറ്റൊരു വ്യക്തിയും ഒരിക്കലും ചെയ്യാത്തൊരു പ്രത്യേകമായ കാര്യം അവളുടെ പ്രവൃത്തിയിലൂടെ അവളുടെ വിധേയത്വത്തെ അവൾ പ്രകടമാക്കുകയാണ്. അവള് ചെയ്തതുപോലെ മറ്റുള്ളവരും ചെയ്തിരുന്നെങ്കിൽ ആ പട്ടണം നശിക്കാതിരിക്കുമായിരുന്നു. തീർച്ചയായിട്ടും. ഈ പൂർണ്ണ വിധേയത്വം എന്നുള്ളത് താൻ വിശ്വസിക്കുന്നതായ കാര്യങ്ങളെ അത് മാറ്റിവെച്ചിട്ട് ഇവിടെ ഒരു പുതിയ ഒരു കാര്യം വന്നപ്പോൾ അതിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരു രീതിയെക്കുറിച്ചാണോ ഈ പറയുന്നത്? അതായത് ഇവിടെ ആ വിധേയത്വം എന്നത് അവളുടെ ജീവൻ പണയപ്പെടുത്തിയാണ് അവൾ ചെയ്യുന്നത്. അവൾക്കവിടെ മരണം, അവൾ ചെയ്യുന്ന പ്രവൃത്തി പിടിക്കപ്പെട്ടാൽ അവളുടെയും കുടുംബത്തിൻ്റെയും കാര്യം എന്താണ്? മരണമാണ്. പക്ഷെ അവിടെ മരണമെന്ന ഒരു അപകടം മുൻപിൽ ഇരിക്കുമ്പോൾ പോലും അവളുടെ വിശ്വാസത്തിൽ അവൾ പൂർണ്ണമായിട്ടും വിധേയപ്പെടുന്നു. ഇസ്രായേലിൻ്റെ ദൈവത്തിൽ അവൾക്കറിയാം അവൾ ചെയ്യുന്നത് അപകടകരമായൊരു കാര്യമാണ്, രാജ്യദ്രോഹ കുറ്റമാണ്, അത് ചെയ്ത് പിടിക്കപ്പെട്ടാൽ മരണമുറപ്പാണ് എന്നറിഞ്ഞിട്ടും അവൾ പ്രകടമാക്കിയ വിശ്വാസത്തെയാണ് പൗലോസ് അവിടെ ആ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ അവളെ ഉൾപ്പെടുത്തുവാൻ കാരണം. അവളുടെ വിധേയത്വം. ഇവിടെ ചാരന്മാരും ഈ റാഹും ദബിനുള്ള ഒരു ധാരണയുണ്ടായിരുന്നു, അത് എന്താണെന്ന്? നമ്മളത് ഈ ചാരന്മാർ വന്നു, ഇവൾ അവളെ ഒളിപ്പിച്ചു. എന്നിട്ട് ആ പട്ടണത്തിലെ ദൂതൻ അല്ലെങ്കിൽ സൈന്യന്മാർ വന്നു, അന്വേഷിച്ചു, ഇവൾ അവരെ കബളിപ്പിച്ച് പറഞ്ഞു വിട്ടു. എന്നിട്ട് ഇവരെ കടത്തിവിടുകയാണ്. കടത്തിവിടുമ്പോൾ ഇവൾക്കറിയാം ഈ പട്ടണം നശിപ്പിക്കപ്പെടും, ഇവിടെയുള്ള എല്ലാവരെയും ഇവർ കൊല്ലും. പക്ഷേ ഇവൾക്ക് എന്ത് വേണം? ഇവരെ പോലെ രക്ഷപ്പെടണം.
ഇവൾക്ക് രക്ഷപ്പെടാൻ ഇവൾ എന്ത് ചെയ്തു? ഇവള് ഒരു ധാരണ കാര്യം അവിടെ പറയുകയാണ്. നിങ്ങൾ ഈ പട്ടണം കൈവശമാക്കുമ്പോൾ എന്നെയും എൻ്റെ വീട്ടുകാരെയും സംരക്ഷിക്കണം എന്ന് അവരിൽ നിന്ന് ഇവൾ എന്ത് ചെയ്യാണ്? ഒരു ഉറപ്പ് നേടുകയാണ്. ആ ഉറപ്പ് നേടുവാൻ അവൾക്കറിയാം, അവർക്ക് നല്ല ഉറപ്പാണ്, ദൈവം നിശ്ചയമായും ഈ പട്ടണത്തെ നശിപ്പിക്കും, ബാക്കിയുള്ളവരെല്ലാം നശിപ്പിക്കും. പക്ഷെ അപ്പോൾ എനിക്ക് രക്ഷപ്പെടണം. കാരണം അത്രത്തോളം ഇസ്രായേലിൻ്റെ ദൈവത്തോടുള്ള അവളുടെ വിശ്വാസം വർദ്ധിച്ചു. അതുകൊണ്ട് അവൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവരുമായിട്ട് ഇങ്ങനൊരു ധാരണ, അതായത് നിങ്ങൾ എന്നെ നശിപ്പിക്കാൻ വരുമ്പോൾ എന്നെ രക്ഷിക്കണം എന്ന ധാരണ ഉണ്ടാവുക. ഇവിടെ വാസ്തവത്തിൽ ഈ ചാരന്മാർ അവരുടെ വിശ്വാസം കൊണ്ട് അതിശയിച്ചു. ഇങ്ങനെ ഒരാൾ ഇതിനകത്തോ? ശരിക്കും അവരെ they were astonished. അവർക്ക് രാഹാബിൽ കണ്ട വിശ്വാസം അവർ കണ്ടപ്പോൾ അവർ സ്വയം ഇൻസ്പയർഡ് ആയി. അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം അത്രയും ഒരു വിശ്വാസം ആ പാളയത്തിനകത്ത് ശത്രു രാജ്യത്തിൽ ഞങ്ങളുടെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീയെ കാണുക എന്നത് അവരെ സംബന്ധിച്ച് അതിശയകരമായ കാര്യമായിരുന്നു. ഞാൻ ഈ അടുത്തിടയ്ക്ക് വയനാട് സന്ദർശിച്ചപ്പോൾ കോളിയാടിയിൽ ചെന്നപ്പോൾ പൗലോസ് എന്ന് പറഞ്ഞ ഒരു സഹോദരൻ എനിക്ക് വന്ന് ഷെയ്ക്കൻ്റെ വന്നു. അദ്ദേഹം പറയുകയാണ്, സാറേ ഞാൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എവിടെയാണ്? മുത്തങ്ങയിൽ നിന്ന് വരികയാണ്. ഞാൻ ഏക ഒരു മനുഷ്യൻ, ഒരേ ഒരാൾ. ഞാൻ ഈ വിശ്വാസം ഞാൻ സ്വീകരിച്ച് ഞാൻ ശബത്ത് പാലിക്കുന്നു സാറേ, ഞാൻ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. ഇവിടെ റാഹാബ് എന്ന ആ വ്യക്തി അല്ലെങ്കിൽ ആ സ്ത്രീ ആ പട്ടണത്തിൽ ഒരേ ഒരാൾ മാത്രം വിശ്വസിക്കുന്നു, അല്ലേ? റാഹാബിൻ്റെ ജീവിതത്തിലൂടെയുള്ള സുവിശേഷം എന്താണ്? വിശ്വസിക്കുന്നവർ രക്ഷ. അവര് ഏത് വിഭാഗക്കാരെന്നോ ഏത് ജാതിക്കാരെന്നോ ആരാണെന്നോ എന്ന വ്യത്യാസം ഏതുമില്ലാതെ വിശ്വസിക്കുവാൻ ആര് മനസ്സ് വെക്കുന്നുവോ, ഹൂസോഎവർ ബിലീവത്ത് ഇൻ ഹിം, ആരൊക്കെ വിശ്വസിക്കുന്നുവോ അവർക്ക് രക്ഷ. അത് ആരെന്നോ എപ്രകാരമുള്ളവരെന്നോ ഏത് ബാക്ക്ഗ്രൗണ്ട് എന്നോ ഒന്നും ദൈവം നോക്കുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവളൊരു വേശ്യ സ്ത്രീയാണ്, സമൂഹത്തിന് കൊള്ളരുതാത്തൊരു സ്ത്രീയാണ്. അവളെ ഉൾക്കൊള്ളുക എന്നത് ഒരു മനുഷ്യരും ചെയ്യാത്തൊരു പ്രവൃത്തിയാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീയെ ദൈവം ഉൾക്കൊള്ളുന്നുവെങ്കിൽ നമുക്ക് എല്ലാവർക്കും പ്രത്യാശയുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തം അതാണ് യോഹന്നാൻ 3:16. വിശ്വസിക്കുന്ന ഏവരും ആരും നശിച്ചു പോകാതെ. ഇന്നലെ വരെ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല, അത് പ്രസക്തിയുള്ള കാര്യമല്ല. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാം, സ്വർഗ്ഗത്തിൽ പോകാം എന്നതാണ് രാഹാവ് നൽകുന്ന സുവിശേഷം. അതെ, നമ്മളെ സംബന്ധിച്ച് നമ്മൾ പലതിനും എന്ത് വയ്ക്കുന്നു? ചില നിബന്ധനകൾ വയ്ക്കുന്നു. ഇങ്ങനെയുള്ളവരായിരിക്കണം, ഇങ്ങനെയാകണം, ഇതാണ്. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് അങ്ങനെയുള്ള നിബന്ധനകളൊന്നും ദൈവം വയ്ക്കുന്നില്ല. ആരായിരുന്നാലും ശരി, അവരുടെ പേരോ നിറമോ വർണ്ണമോ ജാതിയോ കുലമോ ഒന്നും ദൈവം നോക്കുന്നില്ല. ദൈവം അവരെ പൂർണ്ണമായിട്ടും സ്വീകരിക്കുന്നു. അവർ വിശ്വസിച്ചാൽ അത് നമുക്ക് വലിയൊരു മാതൃകയാണ്. സത്യത്തിൽ നമ്മൾ ആരെയും എന്ത് ചെയ്യരുത്, അങ്ങനെ വേർതിരിവോടുകൂടി കൈക്കൊള്ളുവാൻ തുനിയരുത്. എല്ലാവരെയും ദൈവം സ്വീകരിക്കുന്നു. നമ്മൾ കൈക്കൊള്ളുന്നത് മാത്രമല്ല, മറ്റുള്ളവരും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. എല്ലാവർക്കും രക്ഷ ദാനമായി ദൈവം നൽകുകയാണ്. അതെ, വിശ്വസിച്ചാൽ മാത്രം മതി. റാഹാബും ഗിബിയോന്യരും അവർ തമ്മിലുള്ളതായ സാമ്യം എന്താണ്? അപ്പം നമുക്ക് ആദ്യം ഗിബിയോന്യരുടെ കാര്യം എടുക്കാം, എന്നിട്ട് നമുക്ക് സാമ്യം നോക്കാം. ഗിബിയോന്യർ ഈ കനാൻ ദേശത്തുള്ളവരാണ്. അവിടെ വേറെ കുറെ രാജ്യക്കാരുണ്ട്. ഇവർക്കെല്ലാം ഒരു 6-7 രാജാക്കന്മാർ തമ്മിൽ ഒത്തുചേർന്നിട്ട് ഇവരുടെ ഈ ഇസ്രായേൽ മക്കളെ കുറിച്ചുള്ള ശ്രുതി കേട്ടിട്ട് നമ്മളെല്ലാം നശിച്ചു പോകും എന്ന് വിചാരിച്ചിട്ട് ഒന്നുകിൽ ഇവരോട് എതിർക്കണം, അല്ലെങ്കിൽ ഇവരോട് രമ്യതപ്പെടണം. അപ്പോൾ ഈ ഗിബിയാനിർ എന്ത് ചെയ്തു? ഇവരോട് സഖ്യത കൂടാം എന്നവർ തീരുമാനിച്ചു. പക്ഷേ ഇങ്ങനെ ഞങ്ങൾ ഇവിടെ ഉള്ളവരാണ് ചെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ചേർത്തില്ലെങ്കിലോ എന്നതിന് അവരൊരു ഉപായം കണ്ടെത്തി. അവർ വേറെ വഴിക്ക് ദൂരെ നിന്ന് വരുന്നവരാണെന്ന് വിചാരിച്ച് അവരുടെ വസ്ത്രങ്ങളും അവരുടെ ആഹാരങ്ങളും ചെരുപ്പും ഒക്കെ അവർ പഴയതുപോലെ ആക്കിച്ചിട്ട് കൃത്രിമമായി ചെയ്യിച്ച് അതുപോലെ വന്നിട്ട് അവർ അഭയം തേടുകയാണ്. അപ്പോൾ ഇവരിത് വിശ്വസിച്ചു. അങ്ങനെ വന്നവരാണെന്ന് വിചാരിച്ച് വിശ്വസിച്ച് അവരോട് ചേർക്കപ്പെട്ടു. അങ്ങനെ ചേർക്കപ്പെട്ടതിന് ശേഷം പിന്നീട് എന്ത് ചെയ്തു? ഇവർ പിടിക്കപ്പെടുകയാണ്. ഇവർ പിടിക്കപ്പെടുമ്പോൾ യോശുവ അവരോട് കരുണ കാണിക്കുകയാണ്. എന്താണ്? നമ്മൾ അവരെ ഉപദ്രവിക്കത്തില്ലെന്ന് വാക്ക് ചെയ്തതാണ്, അതുകൊണ്ട് അവരെ ഉപദ്രവിക്കേണ്ട. പക്ഷേ അവരെന്ത് ചെയ്യണം? നമുക്ക് വിറവ് വെട്ടുന്നവരും വെള്ളം കോരുന്നവരുമായിട്ട് തീരട്ടെ എന്ന് പറഞ്ഞു. എന്നതുപോലെ രാഹാബും അവരെ രക്ഷിച്ചപ്പോൾ അവരോട് പറയാണ്, നിങ്ങൾ ഈ പട്ടണം കീഴടക്കുമ്പോൾ എന്ത് ചെയ്യണം? എന്നെയും എൻ്റെ കുടുംബത്തെ രക്ഷിക്കണം. ഇവിടെ അവർക്ക് ഒരു ഉപാധി വെക്കുന്നുണ്ട്. എന്താണ്? നീ ഒരു ചുമന്ന നൂല് എന്ത് ചെയ്യണം? ഈ കിളിവാതിലൂടെ കെട്ടിയിട്ടേക്കണം. അത് കാണുമ്പോൾ ഇതാണ് ആ വീടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി എന്ത് ചെയ്യും? ഈ വീടിനെ ഞങ്ങൾ രക്ഷിക്കും. അത് കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ ഉടമ്പടിയിൽ ഞങ്ങളെ കുറ്റം പറയാൻ പാടില്ല. അപ്പോൾ രണ്ടു കൂട്ടരും ഗിബ്യാനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കി, രാഹാബും മനസ്സിലാക്കി. അങ്ങനെ രക്ഷപ്പെടണമെന്ന് രണ്ടു കൂട്ടരും ആഗ്രഹിച്ച് ദൈവജനത്തോടും സഖ്യത കൂടുവാൻ അവർ താല്പര്യമെടുത്തു. അത് ഇസ്രായേൽ ജനം അവരെ അതിന് അംഗീകരിച്ചു. യോശുവായും ആ കരുണയും കൃപയും അവരോട് കാണിച്ചു. നല്ലൊരു ചർച്ചയാണ്. നമ്മളൊരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച നമുക്ക് തുടരാവുന്നതാണ്.
മാന്യപ്രേക്ഷകരെ, ആരുമെങ്ങും പോകരുത്. വളരെ രസകരമായ നല്ലൊരു ചർച്ച ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാ ഞങ്ങൾ പെട്ടെന്ന് എത്തുന്നു. കൃപയാലുള്ള ആശ്ചര്യം എന്നുള്ള ശാബത്ത് സ്കൂൾ പാഠപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകർ ഏവർക്കും വീണ്ടും സ്വാഗതം. ഇവിടെ നമ്മൾ ചില ശ്രേഷ്ഠ സത്യങ്ങൾ, കൃപയും നീതിയും, ഇങ്ങനെയുള്ള ഈ സത്യങ്ങൾ നമ്മൾ അംഗീകരിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഇതിൽ തമ്മിൽ ഒരു വേർതിരിച്ച് കാണുവാനായിട്ട് ചില സമയങ്ങളിൽ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നതായിട്ട് നമുക്ക് കാണും. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതായത് നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ പഠിച്ച ആ കഥ, ഗിബിയോന്യർ പിടിക്കപ്പെട്ടു. അവർ ശരിക്കും ചതിപ്രയോഗത്തിലൂടെ അവരെ വഞ്ചിക്കുവാനുള്ളൊരു പരിശ്രമം നടത്തിയപ്പോഴാണ് പിടിക്കപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പിടിക്കപ്പെട്ടുവെങ്കിലും അവരുടെ മേൽ അവർ ചെയ്ത തിന്മയ്ക്ക് പരിഹാരം, അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റിന് അപ്പോൾ തന്നെ ഒരു ശിക്ഷ യോശുവ പ്രഖ്യാപിക്കുന്നില്ല. അവിടെ എന്ത് ചെയ്യുന്നു? അവർക്ക് ബോധ്യപ്പെടുകയാണ്, ഞങ്ങൾ തെറ്റുകാരാണ്, ഞങ്ങൾ ശിക്ഷിക്കപ്പെടേണ്ടവരാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് അവരുടെ മേൽ യോശുവ ഒരു കൃപ അവർക്ക് നൽകുന്നത്. അപ്പോൾ നമ്മൾ തെറ്റുകാരാണ് എന്ന് നമുക്ക് ബോധ്യമുള്ളപ്പോൾ തന്നെയും ദൈവം നമ്മളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു. ആ ഒരു കൃപ, അവിടെയാണ് ഞാൻ അയോഗ്യനാണ്. എന്താണ് കൃപ? അൺമെരിറ്റഡ് ഫേവറാണ്. നമുക്ക് യോഗ്യതയില്ലാത്തത് ദൈവം നമുക്ക് നൽകുകയാണ്. അപ്പോൾ ആ ഒരു അനുഭവത്തിലൂടെ അവരെ ദൈവം ബോധ്യപ്പെടുത്തുകയാണ്, നിങ്ങൾ തെറ്റുകാരാണെങ്കിൽ പോലും ഞാൻ നിങ്ങളോട് കരുണ കാണിക്കുന്നു. അപ്പോൾ യോശുവയ്ക്ക് ദൈവം ബോധ്യപ്പെടുത്തിയ ആ കരുണയുടെ അത്ഭുതകരമായ പ്രവൃത്തി യോശുവ ഈ ജനത്തോടും കാണിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ എത്രയോ വലിയ തെറ്റുകൾ ക്ഷമിക്കപ്പെട്ടവരാണ്. നാമും അതെന്ത് ചെയ്യുക? മറ്റുള്ള സമസൃഷ്ടങ്ങളോട് പ്രകടമാക്കണം. നമ്മോട് ദൈവം ക്ഷമിച്ചതുപോലെ, കരുണ കാണിച്ചതുപോലെ, കൃപയുള്ളവനായതുപോലെ നാമും മറ്റുള്ളവരോട് കൃപയുള്ളവരും കരുണയുള്ളവരും ഒക്കെ ആയിട്ട് മാറണം. എന്ന് വെച്ചാൽ തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷയുണ്ട്. പക്ഷേ ആ ശിക്ഷയെ ഒരു പരിഹാരത്തിലൂടെ നടത്തപ്പെടണം. അതായത് രണ്ട് സത്യങ്ങൾ, ഒന്ന് തെറ്റാണ്, പാപത്തിന് ശമ്പളം മരണമാണ്. അപ്പോൾ തെറ്റിന് ശിക്ഷ കൊടുക്കേണ്ടതുണ്ട്. മറിച്ച് ആ തെറ്റ് ചെയ്തവരെ കൃപയിലൂടെ ജീവിപ്പിക്കാനും കഴിയും. ഈ രണ്ട് ശ്രേഷ്ഠമായ സത്യങ്ങളെ അവിടെ അവർ കൊടുക്കുന്ന വെള്ളം കോരുന്നവരും വിറക്, അതൊരു ഒരു തരത്തിൽ പറഞ്ഞ ഒരു ചെറിയ ശിക്ഷയാണെന്ന് വെച്ചോ. അല്ല, പക്ഷെ അവരെ നശിപ്പിക്കുന്നില്ല. നശിപ്പിക്കാതെ അവരോട് കൃപ കാണിക്കുന്ന. അപ്പോൾ നിയമത്തിന് മാറ്റമൊന്നുമില്ല, നിയമം പാലിക്കപ്പെടുക തന്നെ വേണം. പക്ഷെ അപ്പോഴും കൃപ എന്ത് ചെയ്യാൻ പറ്റും? പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് യോശുവ അവിടെ കാണിച്ചു കൊടുക്കും. ഈ യോശുവയുടെ ജീവിതത്തിൽ നാം പരിശോധിക്കുമ്പോൾ യോശുവയുടെ ഒരു പ്രവണത കൃപയും നീതിയും ഉൾപ്പെട്ടിട്ടുള്ളതാണോ? യോശുവ 9:21 താഴോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ കൃപയും നീതിയും ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണോ? നമ്മൾ ഈ പാഠത്തിലൂടെ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തതിലൂടെയൊക്കെ ആ കൃപ കാണിച്ചതും നീതി ചെയ്തത് കാരണം എന്താണ്? ഇവരെന്താ ചെയ്തത്? ഗിബിയോന്യർ വന്നിട്ട് എന്താണ്? അവർ ദൂരദേശത്തുനിന്ന് വരുന്നവരാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ, എന്ന് മനസ്സിലാവാൻ തക്കവണ്ണം അവർ പഴകിയ ചെരുപ്പ് ഇട്ടു, അവരുടെ ആഹാരങ്ങൾ പഴകിയതാക്കി, അവരുടെ വസ്ത്രമെല്ലാം ജീർണിച്ചതുപോലെ ആക്കി, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവർ പക്ഷേ അവിടെ തന്നെ ഉള്ളവരാണ്. അവിടെ തന്നെ ഉള്ളവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ തുനിഞ്ഞു വന്നത്? ദൈവം, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെക്കുറിച്ചുള്ള അവരുടെ കേൾവി എല്ലാവരെയും നശിപ്പിക്കുകയാണ്. ഇവർ കയറി വരുന്ന ദേശത്തെ എല്ലാം നശിപ്പിക്കുകയാണ്, എല്ലാവരെയും തോൽപ്പിക്കുകയാണ്. ഇവർ സാധാരണക്കാരല്ല. ഈ കനാന്യർ എന്ന് പറയുന്നവർ അതികായകന്മാരാണ്, അതിശ്രേഷ്ഠ യുദ്ധമുറകൾ അറിയാവുന്നവരാണ്, എല്ലാ യുദ്ധ കോപ്പുകളും ഉള്ളവരാണ്, ഇവർ യുദ്ധത്തിന് സന്നാഹമുള്ളവരാണ്. പക്ഷേ എന്നിട്ടും അവരിപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ഭയപ്പെട്ടതുകൊണ്ട് അവരുമായി സന്ധി ചെയ്യാൻ തീരുമാനിക്കുകയും ആ സന്ധിയിലൂടെ നേരിട്ട് ചെന്നാൽ ലഭ്യമാകത്തില്ലെന്ന് അവർ കരുതിയിട്ട് ഒരു ഉപായത്തിലൂടെ വരികയാണ്. പക്ഷേ ആ ഉപായം എന്ത് ചെയ്തു? അന്നേരം അവർ ഉപായത്തിൽ അവർ വിജയിച്ചെങ്കിലും പിന്നീട് പിടിക്കപ്പെട്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തേ? സാധാരണഗതിയിൽ കള്ളത്തരം പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അവരെ നശിപ്പിക്കും. അപ്പോൾ ഇവരുടെ ഇസ്രായേൽ ജനത്തിൻ്റെ സൈന്യം ഇവരെ കൊല്ലാൻ പോയപ്പോൾ യോശുവ അവരോട് എന്ത് പറയാണ്? അവരെ കൊല്ലണ്ട, അവരെ ജീവനോട് വിടൂ. പക്ഷേ അവർ ചെയ്ത തെറ്റിന് എന്ത് ചെയ്യട്ടെ? അവർ നമ്മുടെ ഊഴ വേലക്കാരെ ഇരിക്കട്ടെ, വിറക് കയറുന്നവരും. അപ്പോൾ അവിടെ തീർച്ചയായും ഒരു കൃപയും ഒരു നീതിയും അവിടെ പ്രകടമാവുകയാണ്. അല്ലെങ്കിൽ എന്താ ചെയ്യുക? നീതി മാത്രമാണെങ്കിൽ എന്ത് ചെയ്യാം? അവരെ കൊല്ലണം. അതാണ് ന്യായം. പിന്നീട് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ യോശുവ ചെയ്ത ഈ സഖ്യത പിൽക്കാലത്ത് ശൗൽ രാജാവ് ലംഘിക്കുന്നുണ്ട്. ഗിബിയോന്യരെ കൊല്ലുമ്പോൾ അത് അവൻ ചെയ്ത തെറ്റുകളിൽ ഒന്നായി ദൈവം കണക്കിടുന്നു.
ആ സഖ്യത തെറ്റിച്ച് ശൗൽ രാജാവ് ഗിബിയോന്യരെ കൊല്ലുന്ന ഒരു സമയം വന്നപ്പോൾ അവിടെ പ്രവാചകൻ മുഖാന്തിരം ദൈവം അവനെ താക്കീത് ചെയ്യുന്നു. അപ്പോൾ ആ സഖ്യത, ആ കൃപയുടെ മഹത്വം, ദൈവം ഒരിക്കൽ ചെയ്യുന്ന ആ ഒരു ഉടമ്പടിയുടെ മഹത്വം ലംഘിക്കുന്നത് ആരായാലും ശരി, അവിടെ ദൈവം ഇടപെടുന്ന കാഴ്ച നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. ഇതിൻ്റെ കൂടെ എനിക്ക് വേറൊരു കാര്യം കൂടെ അതിൽ പറയാനുള്ളത്, ഈ ഗിബിയോന്യരുടെയും രാഹാബിൻ്റെയും താരതമ്യം നമ്മൾ കാണുകയുണ്ടായി. രാഹാബിലൂടെ എടുത്തിരിക്കുന്ന തീരുമാനം, രാഹാബിന് ആരായി മാറി? യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽപ്പെട്ട ആളായിട്ട് മാറി. അത്രയ്ക്ക് സുവിശേഷീകരണത്തിൻ്റെ മഹത്വം ആ രാഹാബിൻ്റെ പ്രക്രിയയിൽ ഉണ്ടായതും ഈ ഗിബിയോന്യർ, അതൊരു കൃപയാണ് രാഹാബിന് കിട്ടിയത്. അതുപോലെ ഈ ഗിബിയോന്യരുടെ കൃപ കാണിച്ചതാണ് ഇപ്പോൾ പാഷ് പറഞ്ഞത് ശൗൽ രാജാവിൻ്റെ കാലത്ത് അവർ പിന്നെയും ഉണ്ടായിരുന്നത് കുറച്ച് നമ്മൾ കേൾക്കാൻ കഴിയുന്നത്. അപ്പോൾ എപ്പോഴും ദൈവിക ദാസന്മാർ അല്ലെങ്കിൽ ദൈവമക്കൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ ശിക്ഷിക്കുന്ന മനോഭാവത്തിനോട് പകരം അവരോട് കൃപ കാണിക്കുന്ന മനോഭാവത്തോടെ വേണം സമീപിക്കാൻ. കാരണം നമുക്ക് ആരെയും നശിപ്പിക്കലല്ല ദൈവത്തിൻ്റെ പദ്ധതി, നമ്മുടെയും പദ്ധതി അതാവരുത്. ഒരാളെ എങ്ങനെ നേടാം? യോശുവ അത് തന്നെയാണ് ചെയ്തത്. ഏത് വിധേനയും എന്നാണ് പൗലോസ് പറയുന്നത്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് രാഹാബിൻ്റെ വിശ്വാസം, അതൊരു വിശ്വാസത്തിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും. നമ്മൾ ആ രാഹാബിൻ്റെ കഥ എല്ലാ കാലത്തിലുമുള്ള എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങൾക്ക് വലിയൊരു പ്രത്യാശയുടെ സന്ദേശം തന്നെയാണ്. കാരണം രാഹാബിനെ പോലെയുള്ള ഒരു സ്ത്രീയെ ദൈവം സ്വീകരിച്ചു. അവൾക്ക് ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ പേര് വരത്തക്ക വിധത്തിൽ അവളെ, രാഹാബ് എന്ന പേരുള്ള ആ ഒരു സ്ത്രീയെ, അവളുടെ പേര് വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തക്കത്തക്ക വിധത്തിൽ പൗലോസും ദൈവവും അവളോട് കരുണ കാണിച്ചുവെങ്കിൽ ബോവസിന്റെ കുടുംബത്തിലേക്ക് വരികയാണ്. അപ്പോൾ ധാരാളം കാര്യങ്ങളുണ്ട്. ദാവീദിന്റെ വംശാവലി വരികയാണ്. അപ്പോൾ ഇതിൽ പരം ശ്രേഷ്ഠ പദവി കിട്ടാനില്ല ഇനി. അപ്പോൾ ആ ഒരു സന്ദേശം നമുക്ക് വലിയൊരു പ്രത്യാശയാണെന്ന് സംശയം ഏതുമില്ല. വിശ്വാസത്തിന്റെ ഏറ്റവും വലിയൊരു പ്രതീകമാണ്. പ്രതീകം എന്തുകൊണ്ടാണ്? അവിടെയുള്ള മുഴുവൻ പേർക്കും അത് സാധിക്കുമാകുമായിരുന്നു. ആ കനാൻ ദേശം മുഴുവൻ പേർക്കും ഇവളെ പോലെ രക്ഷപ്പെടാമായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള വലിയ ഒരു പ്രതീകം അവൾ കാണിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്തുകൊണ്ട് രക്ഷപ്പെട്ടില്ല? ഈ മാർഗം സ്വീകരിച്ചാൽ മതിയായിരുന്നു. ഇന്നത്തെ ലോകത്തിനുമുള്ള സന്ദേശം അത് തന്നെയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഏത് ജാതിയോ കുലമോ അതൊന്നും പ്രശ്നം, നമ്മൾ അതേ രീതിയിൽ പിൻപറ്റുവാൻ വന്നാൽ ഉറപ്പായിട്ടും അത്ഭുതങ്ങൾ നമ്മളിലൂടെ ദൈവം ചെയ്യും. നല്ലൊരു ചർച്ചയാണ്. നമുക്ക് ഒരു വാക്ക് പാസ്റ്റർ ടോണിയുമായിട്ട് ചുരുക്കത്തിൽ പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗീയ പിതാവേ, ഈ പാഠപഠനത്തിന് ഇത്രയും സമയം കൂടെ ഇരുന്നതോർത്ത് നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് കൃപയാലുള്ള ആശ്ചര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഇന്ന് ചിന്തിക്കുവാൻ അവിടുന്ന് സഹായിച്ചല്ലോ. പങ്കെടുത്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ച സ്തോത്രം. ഇത് കേൾക്കുന്നവരെയും കാണുന്നവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. തിരുനാമത്തിനെ ജീവിപ്പാൻ സഹായിക്കണം. സ്ഥലം യേശുനാഥത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണം സ്വർഗ്ഗീയ പിതാവേ. ആമേൻ. ഇത്രയും നേരം സ്റ്റുഡിയോയിൽ കടന്നു വന്ന് നല്ല ആശയങ്ങൾ പങ്കുവച്ച ദൈവദാസന്മാർക്ക് പ്രത്യേകമായ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. മാന്യ പ്രേക്ഷകരെ, കൃപയാലുള്ള ആശ്ചര്യത്തെക്കുറിച്ച് നമ്മൾ യോശുവയുടെ ജീവിതത്തിൽ നിന്ന് അനേക കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിച്ചു. ആ സത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൃപയുള്ളവരായി, മറ്റുള്ളവരോട് മനസ്സലിയുള്ളവരായി നാം ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നന്ദി, നമസ്കാരം.